ഇരയ്ക്കൊപ്പമാണ് എന്ന് പറയുകയും വേട്ടക്കാരുടെ താല്പര്യങ്ങൾ പരിഗണിക്കുകയും ചെയ്യുന്ന ഒരു സംഘമായി മാറിയോ അത് അന്വേഷിച്ച് കണ്ടെത്തിയിരിക്കണം. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. അമ്മ സിനിമാ സംഘടനയിൽ ഇപ്പോൾ നെരിച്ച അടിയാണ്, പോണ പോക്കിലെ അടിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ചേരി തിരിഞ്ഞുകൊണ്ട് തള്ളക്കി വിളി ബഹളമാണ് എന്നുള്ളതാണ് സത്യം. അവിഹിതം, ഈ പറയുന്ന പ്രേമം, മറ്റത് മറിച്ചത്, പണം പിരിപ്പ്, കമ്മീഷൻ വാങ്ങും, ഇതൊക്കെയാണ് രണ്ട് ചേരികൾ. അതായത് ഒന്ന് ശ്വേതാ മേനോൻ, ഈ പറയുന്ന ലക്ഷ്മിപ്രിയ, അവരൊക്കെ അടങ്ങുന്ന ഒരു ഗ്രൂപ്പ്. മറ്റൊരിടത്ത് അൻസിബ ഹസനും ഈ പറയുന്ന നീന കുറുപ്പ് അവരടങ്ങുന്ന ഒരു ഗ്രൂപ്പ്. മറ്റേ ഗ്രൂപ്പിൽ നമ്മുടെ ടെരി ടോമും കൂടി ഉണ്ട് എന്നുള്ളതാണ്. ഈ പറയുന്ന ഇപ്പോ നമ്മുടെ ലക്ഷ്മിപ്രിയ ഇപ്പൊ ഒരു ബൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഇങ്ങനെ പറയാൻ പാടുണ്ടോ, ഇതൊക്കെ സെൻസിറ്റീവ് ഇഷ്യൂ, ഇതൊക്കെ വന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കാനുള്ളതല്ലേ എന്നൊക്കെ പറയുന്ന ഈ പറയുന്ന ലക്ഷ്മിപ്രിയ തന്നെയാണ് കുറച്ചു മുമ്പ് നീന കുറുപ്പിനെ തള്ളക്കി വിളിച്ചുകൊണ്ടുള്ള ഒരു ഓഡിയോ പുറത്തിറക്കിയത്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ പറയുന്ന ലക്ഷ്മിപ്രിയ അത്രയും ധൈര്യമായിട്ട് അങ്ങനെ ഒരു വോയിസ് പുറത്തു വിടാൻ കാരണം എന്ന് ഇപ്പൊ മനസ്സിലായി. കാരണം അവർക്ക് പിന്തുണയായിട്ട് പ്രസിഡന്റ് കൂടിയായ ആരുണ്ട്, ശ്വേതാ മേനോൻ അവിടെ ഉണ്ട് എന്നുള്ളത് ഇപ്പൊ മനസ്സിലായി. രണ്ടും അങ്ങോട്ട് ഒരു അടി. എനിക്കൊന്നും ഇതിനകത്ത് സ്പോൺസർഷിപ്പ് കിട്ടുന്നോ അങ്ങനത്തെ മാതിരി വഴി പൈസ അടിച്ചു മാറ്റുന്നു എന്നൊക്കെയാണ് ഈ പറയുന്ന അൻസിബ പറയുന്നത്. അത് അവരവിടെ കിടന്ന് അടിക്കട്ടെ. ഇവിടെ വിഷയം മറ്റൊന്നാണ്. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം അൻസിബ പറഞ്ഞാൽ ഒരു വെളിപ്പെടുത്തലുണ്ട്. അൻസിബ പറയുന്നുണ്ട്, ഈ നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിതയെ തിരിച്ചെടുക്കും. അതായത് കുറെ കാലം കൊണ്ട് ഈ അമ്മ എന്ന് പറയുന്ന സംഘടന ഭരിച്ചുകൊണ്ടിരിക്കുന്ന പുരുഷന്മാരാണ്. ആദ്യമായിട്ടാണ് ഈ ഒരു പെൺ മേധാവിത്വം അതിലോട്ട് കയറി വരുന്നത്. അപ്പോൾ തന്നെ പത്രസമ്മേളനം നടത്തി ഈ പ്രസിഡന്റ് കൂടിയായ നമ്മുടെ ശ്വേതാ മേനോൻ പറഞ്ഞ ഒരു വാഗ്ദാനമുണ്ട്. എന്തൊക്കെ വന്നാലും ഈ പറയുന്ന നമ്മുടെ അതിജീവിതയെ തിരിച്ചെടുക്കും എന്ന് പറയുന്ന ഒരു വാഗ്ദാനമുണ്ട്. അത് എന്തുകൊണ്ട് പാലിച്ചില്ല, അത് നിങ്ങൾ അന്വേഷിച്ചോ എന്ന് പറയുന്ന ഒരു സാധനം അത് കൃത്യമായിട്ട് ഊന്നൽ നൽകി ഈ പറയുന്ന അൻസിബ പറയുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാ നമ്മുടെ മീഡിയക്ക് ഫ്രണ്ടിലൊക്കെ ഈ പറയുന്ന അതിജീവിതയുടെ ഒപ്പം എന്ന് പറയുകയും അവസാനം അണ്ടർഗ്രൗണ്ടുമായ അതിജീവിതയ്ക്ക് നല്ല തികച്ചു കൊടുക്കുന്ന ഒരു പരിപാടിയല്ലേ ഈ പറയുന്ന വേട്ടക്കാരന്റെ കൂടെ ആയിരുന്നില്ലേ ശ്വേതാ മേനോൻ എന്നുള്ളതാണ്. അപ്പൊ അതിനെ കുറിച്ചാണ് ഈ വീഡിയോ. ആദ്യം നമുക്ക് അൻസിബ എന്താണ് പറഞ്ഞത് എന്ന് കേൾക്കാം. ഇലക്ഷൻ നടന്ന് പുറത്തിറങ്ങിയ ഉടനെ പ്രസിഡന്റ് ആദ്യം എല്ലാ ചാനലിലും പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു, ഇവിടുന്ന് പോയ അതിജീവിത ഉൾപ്പെടെ എല്ലാവരും തിരിച്ചു കൊണ്ടുവരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഓർക്കുന്നു. പിന്നീട് അതിനെപ്പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു? ഒന്നും പറഞ്ഞിട്ടില്ല. ആരെങ്കിലും നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് ആരും ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഒരാൾ പോലും ചോദിച്ചിട്ടില്ല, ഒരു റിപ്പോർട്ടർ പോലും ചോദിച്ചിട്ടില്ല ഒരു ചാനലിൽ നിന്നും. ഞാൻ അതിശയപ്പെട്ടിട്ടുണ്ട് എന്തുകൊണ്ട് ആരും ചോദിക്കുന്നില്ല. അപ്പോൾ നമ്മൾ അന്ന് അക്കാര്യത്തിൽ എന്താ തീരുമാനം എനിക്കറിയില്ല. അതിലെ ഏറ്റവും വലിയ കോമഡി എനിക്ക് തോന്നിയത് എന്താണെന്നറിയാം, ഞങ്ങൾ ആ ഇലക്ഷൻ ആ ഹോട്ടലിൽ വെച്ച് ഇലക്ഷൻ കഴിയുന്നു. ആദ്യത്തെ മീറ്റിംഗ് ആ ഹോട്ടലിൽ വെച്ച് തന്നെ കൂടുന്നു. അടുത്ത മീറ്റിംഗ് നമ്മൾ അമ്മ ഓഫീസിൽ വെച്ചിട്ടാണ് കൂടുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു, എന്തായിരിക്കും ഇതിൽ പറയുന്നത്. കാരണം ഇലക്ഷനിൽ ജയിച്ച ഉടനെ പ്രസിഡന്റ് കൊടുത്ത ഏറ്റവും വലിയ വാഗ്ദാനം അതായിരുന്നു, എല്ലാ ചാനലിലും കൊടുത്ത വാഗ്ദാനമായിരുന്നു അത്. എന്നിട്ട് നമ്മൾ അമ്മ ഓഫീസിൽ നടത്തിയ മീറ്റിംഗിൽ ഫസ്റ്റ് മീറ്റിംഗിൽ ഞാനിത് ചോദിക്കണം എന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കായിരുന്നു. എന്താ കാരണം ഈ കമ്മിറ്റിയിലുള്ള എല്ലാവരുമായിട്ട് അത്ര അടുപ്പമില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പ്രസിഡന്റ് തന്നെ ഈ വിഷയം എടുത്തിട്ടു. എന്നിട്ട് പ്രസിഡന്റ് പറഞ്ഞു, പിന്നെ അതിജീവിതയെ കൊണ്ടുവരുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ നമ്മുടെ ചില മെമ്പേഴ്സിന് അത് താല്പര്യമില്ലാന്ന്. അപ്പൊ ഏത് മെമ്പേഴ്സ് ആണെന്ന് ഞാൻ ഉൾപ്പെടെ ആരും ചോദിച്ചിട്ടില്ല. അവിടെ ഏത് മെമ്പേഴ്സ് ആണ് പബ്ലിക്കിന് മുന്നിൽ പ്രസിഡന്റ് മുന്നിൽ അമ്മയുടെ പ്രസിഡന്റ് പറഞ്ഞ് കളിപ്പിക്കായിരുന്നു. അപ്പോൾ അടുത്ത മീറ്റിംഗിൽ പറഞ്ഞു അതിൽ ആർക്കും താല്പര്യമില്ലാത്ത. അതായത് ഓക്കെ, ഇത് ഒന്നാമത്തെ എന്റെ ക്വസ്റ്റ്യൻ, ഈ ഒരു വിഷയം എന്തിന് അൻസിബ ഇവിടെ കൊണ്ട് ഇട്ടു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നും അല്ല നടക്കുന്നത്. അതായത് ഈ അമ്മ അന്ന് പറഞ്ഞൊരു സാധനം ഇതുപോലെ പറയുന്ന അതിജീവിതയെ തിരിച്ചു കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല, നിങ്ങൾ ആരെങ്കിലും ചോദിച്ചപ്പോ ഈ ഒരു സാധനം എടുത്തിട്ട് കൊടുക്കുകയാണ്. അപ്പൊ തന്നെ അരുൺകുമാർ ഇവിടെ പറയുന്നുണ്ട്, പബ്ലിക്കിന്റെ മുന്നിൽ വന്നിട്ട് ഞാൻ അതിജീവിതയുടെ ഒപ്പമാണ് അവൾക്കൊപ്പം എന്ന് വാദോരാതെ പ്രസംഗിക്കുകയും എന്നിട്ട് ഈ പറയുന്ന വേട്ടക്കാരന്റെ കൂടെ നിൽക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ ദിലീപുമായി ബന്ധപ്പെട്ട്, വേട്ടക്കാരൻ എന്നുള്ള ദിലീപാണല്ലോ, ദിലീപുമായി ബന്ധപ്പെട്ട് ദിലീപുമായിട്ടുള്ള സൗഹൃദ വലയം കൊണ്ടാണ് ഈ പറയുന്ന, അല്ലെങ്കിൽ ദിലീപ് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു സാധനം അല്ലെങ്കിൽ ഈ പറയുന്ന അതിജീവിതയെ തിരിച്ചെടുക്കാത്തത് എന്നൊരു ധ്വനി ഇതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. അത് ബാക്കിയും കൂടി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ചില മെമ്പേഴ്സ് പ്രസിഡന്റിനെ പേഴ്സണലി വിളിച്ചു പറഞ്ഞു അവർക്ക് താല്പര്യമില്ലാന്ന്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അമ്മയിൽ ഉള്ള സാധാരണ മെമ്പേഴ്സിൽ ഒരാൾ പോലും അങ്ങനെ പറയൂല. ഞാൻ ഈ ജനറൽ ബോഡിക്ക് ചോദിക്കണം എന്ന് വിചാരിച്ചു വെച്ചൊരു ചോദ്യമായിരുന്നു. ഇരയ്ക്കൊപ്പമാണ് എന്ന് പറയുകയും വേട്ടക്കാരുടെ താല്പര്യങ്ങൾ പരിഗണിക്കുകയും ചെയ്യുന്ന ഒരു സംഘമായി മാറിയോ അത് അന്വേഷിച്ച് കണ്ടെത്തണം. ഞാൻ ഈ ജനറൽ ബോഡിയിൽ ഉന്നയിക്കാൻ വേണ്ടി വെച്ചൊരു ചോദ്യമായിരുന്നു. പക്ഷെ മനസ്സിലായോ? അരുൺകുമാർ അവിടെ പറഞ്ഞപ്പോ ഈ പറയുന്ന അതിജീവിതയ്ക്ക് ഒപ്പമാണ് എന്ന് പറയുകയും അവസാനം എന്തൊരു വേട്ടക്കാരനൊപ്പം നിൽക്കുന്ന ഒരു സംഘടനയാണോ മാറിയോ എന്ന് ചോദിക്കുമ്പോൾ ഈ അൻസിബ പറയുന്ന ഒരു കേസുണ്ട്, അത് അന്വേഷിച്ച് കണ്ടെത്തണം.
മുഖത്ത് നോക്കുക, താഴെ നോക്കുക, അത് അന്വേഷിച്ച് കണ്ടെത്തണം. അപ്പൊ ആര് പറഞ്ഞിട്ടാണ് ഈ പറയുന്ന നമ്മുടെ അതിജീവിതയെ തിരിച്ചെടുക്കണ്ട എന്ന് ആരുടെ തീരുമാനമായിരുന്നു? അതിന് ശ്വേതാ മേനോൻ കൊടുത്ത മറുപടി അല്ലെങ്കിൽ വിശദീകരണം എന്ന് പറയുന്നത് ഈ കമ്മിറ്റിയിലുള്ള ഏതോ ഒരു അംഗം പറഞ്ഞ് അവർക്ക് ഇഷ്ടമില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇത് എടുക്കാത്തത്. ഞാൻ അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്കിപ്പോ എടുക്കാൻ പറ്റുന്നത് പത്രക്കാരുടെ മുന്നിൽ വെച്ച്, മീഡിയയുടെ മുന്നിൽ വെച്ച് വലിയ വായിൽ ഞാൻ അവിടെ തിരിച്ചു കൊണ്ടുവരും, അതിജീവിതയോടൊപ്പമാണ്, ഇരയ്ക്കൊപ്പമാണ് എന്നൊക്കെ വലിയ വായിൽ പറയുകയും പിന്നീട് ഏതോ ഒരു മെമ്പർ പറഞ്ഞു അതുകൊണ്ട് എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു ഒഴിയുകയാണ് ചെയ്തത് എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് അന്വേഷിക്കണം എന്നുള്ളതാണ് ഈ പറയുന്ന അൻസിബ അവിടെ പറയുന്നത് എന്നുള്ളതാണ്. ഇനിയും ഇവർ പറഞ്ഞത് എന്താണ് പറഞ്ഞതെന്ന് ആദ്യം ഈ പറയുന്ന പ്രസിഡന്റ് സ്ഥാനം കിട്ടിയപ്പോൾ ശ്വേതാ മേനോൻ പറഞ്ഞ വാക്കുകൾ ഞാനിവിടെ വയ്ക്കാം. അതിജീവിത വളരെ നൊമ്പരം ഏറ്റുവാങ്ങിയ ഒരു സ്ത്രീയാണ്. ഇത്രയും വർഷം അവരൊരു പോരാട്ടം, നിയമവഴികളൊക്കെ വളരെ സങ്കീർണമായിട്ട് നടന്നു കയറിയ ആളാണ്. അപ്പോൾ അവരെ ചേർത്ത് പിടിക്കാനും തിരികെ വിളിക്കാനും ശ്രമിക്കും. പിന്നെ ഓഫ് കോഴ്സ് അവർ വരണം, കൂടെ വരണം. നമ്മളെല്ലാവരും കൂടെ ഉണ്ട്, നമ്മളെല്ലാവരും സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവും. ഞാൻ സംബന്ധിച്ച് ഇത് ഒരു കോടതിയിലൊരു കേസാണ്. ഇത് ഇത്രയും പെട്ടെന്ന് സോൾവ് ആയിട്ട് എന്താണ് സത്യം അത് നമുക്കറിയണം. എല്ലാവർക്കും കൗതുകത്തോടെ വെയിറ്റ് ചെയ്യാണ് എന്താണ് ഇതിൻ്റെ വിധി. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മൾ അവളുടെ ഒപ്പം എപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് എന്താണ് കോടതിൻ്റെ വിധി, അത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്. ഇതിനകത്ത് നിന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് ഈ പറയുന്ന എല്ലാവരും ഈ മീഡിയയുടെ ഫ്രണ്ടിൽ വന്ന് എല്ലാവരും എപ്പോഴും അതിജീവിതരെ കുറിച്ച് ചോദിക്കുമ്പോൾ ഞാൻ ഇരയ്ക്കൊപ്പമാണ്, അവൾക്കൊപ്പമാണ് എന്നിട്ടൊരു പക്ഷേ അകത്തെടുത്തിടും. ഞാൻ ഈ ഒരു വിഷയം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഞാൻ ഒരുപാട് ഈ ശ്വേതാ മേനോന്റെ ഒരുപാട് ഞാൻ ഈ ബൈറ്റുകൾ ഞാനിങ്ങനെ നോക്കി. അതെല്ലാം ഇങ്ങനെയാണ് പറയുന്നത്. നമ്മൾ ഇരയ്ക്കൊപ്പമുണ്ട്, പക്ഷേ പിന്നീട് വിധി വരട്ടെ, വിധിയിൽ എന്താണെന്ന് അറിയണം, വിധിയിൽ നമ്മൾ വെയിറ്റിംഗ്. വിധി എന്താണെന്നുള്ളത് മാസങ്ങൾക്ക് മുമ്പേ, വർഷങ്ങൾക്ക് മുമ്പേ എല്ലാവർക്കും അറിയാം എങ്ങനെ വിധി വരത്തുള്ളൂ എന്നുള്ളത്. ആ പറയുന്ന വക്കീൽ വരെ പറഞ്ഞു. അപ്പം ഇവർ അതിൽ ഊന്നാൻ, പക്ഷെ അതായത് പുറമേ പറയുകയാണ് ഞാൻ ഈ അതിജീവിതയുടെ കൂടെയാണെന്ന് പറയുകയും അടിയിൽ കൂടി ഇവർ തന്നെ പാര വെക്കുന്നു എന്നുള്ളതാണ്. ഇവർ ഈ പലപ്പോഴും ഈ ദിലീപിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഇവർ പലപ്പോഴും പറഞ്ഞിട്ട് ദിലീപിന്, അതായത് മീഡിയയുടെ ഫ്രണ്ടിൽ വന്ന് ദിലീപിനെ അമ്മയിലേക്ക് തിരിച്ചെടുക്കുമോ എന്നൊക്കെ ക്വസ്റ്റ്യനൊക്കെ ഇവർ പറയുന്നത്. ദിലീപ് ആദ്യം അപേക്ഷ ദിലീപ് അങ്ങനെ ഒരു പിന്നീട് അങ്ങനെ ഒരു ചർച്ചയും നമ്മൾ നടന്നിട്ടില്ല, അങ്ങനെ ഒരു സംഭവമേ ഇല്ല. അതായത് നമുക്ക് കേൾക്കുമ്പോൾ ദിലീപിനെതിരായിട്ടാണ് ഇവർ നിൽക്കുന്നത്, ദിലീപിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് നമുക്ക് തോന്നും. പക്ഷേ ഇത് മീഡിയയ്ക്ക് ഫ്രണ്ടിലെ മനുഷ്യരെ പിന്നീട് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സാധനമാണ് ഇത്. പക്ഷെ ഇൻഡയറക്റ്റ് സത്യത്തിൽ ഇവര് ഈ പറയുന്ന ദിലീപിനൊപ്പമാണ് എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് ദിലീപും ഇവരും തമ്മിലുള്ള റീസെന്റ് ആയിട്ടുള്ള ഒരു സാധനം ഇവിടെ വെച്ചേക്കാമേ. ഓക്കെ, ഇത് ഞാൻ ഒരു ചെറിയൊരു റീല്, അതാ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഈ മീഡിയയിൽ വന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കുമെങ്കിലും ദിലീപും ശ്വേതാ മേനോനുമായിട്ട് വലിയ അടുപ്പമാണ് എന്നുള്ളതാണ്. അതായത് മീഡിയയിൽ വന്ന് ദിലീപിന് നമുക്ക് കേൾക്കുമ്പോൾ ദിലീപിന് എഗെയിൻസ്റ്റ് ആയിട്ടും ഈ പറയുന്ന ഇരയ്ക്കൊപ്പമാണെന്ന് തോന്നിക്കുമെങ്കിലും അല്ലാതെ ദിലീപും ഈ പറയുന്ന ശ്വേതാ മേനോനും വരുന്ന എന്തെങ്കിലും ഒരു ഇവന്റിൽ ഇവർ തമ്മിലും ഈ പറയുന്ന ഈ ചക്കയെ പോലെ അടുത്തിരുന്ന തമാശകൾ പറഞ്ഞ് നടക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ അൻസിബ ഈ ഒരു സാധനം ഇവിടെ എടുത്തിട്ട് ഇതിനെ കുറിച്ച് അന്വേഷിക്കണം എന്ന് പറയും. ഞാൻ വേറൊരു ബൈറ്റ് കണ്ടു, ഈ അതിജീവിത എടുത്ത് ചോദിക്കുന്നുണ്ട്, അമ്മയെ പറ്റി ചോദിക്കും, എനിക്ക് അറിയത്തില്ല, ഞാനിപ്പോൾ അംഗമല്ല, എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന അതിജീവിതയെ കണ്ടു എന്നുള്ളത്. അതായത് അൻസിബ ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നത് ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ. ഈ പറയുന്ന വേട്ടക്കാരന്റെ ഒപ്പം നിന്നുകൊണ്ട് അതിജീവിതയ്ക്ക് പണി കൊടുക്കാനാണ് ശ്വേതാ മേനോൻ നോക്കുന്നത്. ഒരു ഇരട്ടത്താപ്പ്, ഒരു ഡബിൾ ഗെയിം ആണ് ഇവിടെ ആര് കളിക്കുന്നത്? ശ്വേതാ മേനോൻ കളിക്കുന്നത്. നിങ്ങൾ കാണും പോലെയല്ല, അല്ലെങ്കിൽ മീഡിയയിൽ കാണും പോലെ അത്രയ്ക്ക് ഭാവം നിങ്ങൾ അന്വേഷിക്കണം. എന്തുകൊണ്ട്, ആര് പറഞ്ഞിട്ടാണ് ഈ പറയുന്ന ഇരയെ അല്ലെങ്കിൽ ഈ പറയുന്ന അതിജീവിതയെ തിരിച്ചു വിളിക്കാത്തത് എന്ന് നിങ്ങൾ അന്വേഷിക്കണം എന്ന് പറയുമ്പോൾ ഇതിനകത്ത് രണ്ട് രീതിയിൽ ചിന്തിക്കാം. ഒന്ന്, ഈ ഒരു സംഭവം ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ജനങ്ങൾ ഈ പറയുന്ന എഗെയിൻസ്റ്റ് ആയിട്ട് ഈ പറയുന്ന ശ്വേതാ മേനോന് എഗെയിൻസ്റ്റ് ആയിട്ട് വരുമെന്ന് അൻസിബയ്ക്ക് അറിയാമെന്നുള്ളതാണ്. പക്ഷെ ഇവിടെ
നമ്മളെ കാണുന്നത് എന്താണ്, നമ്മളെപ്പോഴും മീഡിയയുടെ ഫണ്ടിൽ കൂടി നമ്മൾ കാണുന്നത് എപ്പോഴും ഈ പറയുന്ന എന്താണ് ഇരയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിജീവിതയ്ക്ക് വേണ്ടിയിട്ട് അവളുടെ കൂടെയാണ്, അവളോടൊപ്പമാണ്, അവളാണ് ഒരു മാതൃകയാണ്, തേങ്ങയാണ്, മാങ്ങയാണെന്ന് വെണ്ടിൽ വന്ന് പറയുകയും അടിയിൽ കൂടി വേല് വെക്കുകയും ചെയ്യുന്ന ഒരു താരമാണ് ഈ പറയുന്ന ശ്വേതാ മേനോൻ എന്നുള്ളതാണ്. ഒരു ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ പറയുന്ന അമ്മയിൽ ഇപ്പോൾ തലപ്പത്തിരിക്കുന്നവരെല്ലാം അഴിമതി, അവരൊക്കെ പലയിടത്തുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ഈ പറഞ്ഞ ക്യാഷ് തപ്പിയെടുക്കും. പല സ്പോൺസർഷിപ്പും മറ്റതൊക്കെ വരുമ്പോൾ ഇവരെ അതും പറഞ്ഞ് ഇവിടെ 1 കോടി രൂപ ഇവിടെ കൊടുക്കും, ബാക്കി കുറച്ച് രൂപ ഇവരെ പോക്കറ്റിൽ വയ്ക്കും. അത് ഇവർക്കൊക്കെ കിട്ടില്ല, ചിലപ്പോൾ അൻസിബം പാർട്ടികൾക്ക് കിട്ടില്ലായിരിക്കും, അവർ മാത്രം കൊണ്ട് വാരിക്കൊണ്ട് പോകണം, നമുക്കൊന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പം പെണ്ണ് വന്നു കഴിഞ്ഞാൽ അമ്മയുടെ തലപ്പത്ത് പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകൾ വന്നു കഴിഞ്ഞാൽ നല്ലതാവും, സ്ത്രീകൾക്ക് നല്ലത് വരും എന്നൊക്കെ പ്രതീക്ഷിച്ചത് വളരെ തെറ്റായിരുന്നു. സ്ത്രീകൾ പരോക്ഷമായിട്ട് മാത്രമേ ഈ പറയുന്ന പ്രത്യക്ഷത്തിൽ മാത്രമേ സ്ത്രീകൾ ഉള്ളൂ എന്നുള്ളത്, നയിക്കുന്നതൊക്കെ വേട്ടക്കാരാണ് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നമ്മുടെ അഭിപ്രായം കമന്റ് ചെയ്ത് കൊടുക്കണം. ശരി.